അനുഗ്രഹദിനമായി അണയുന്നു നാഥ, അൾത്താര മുന്നിൽ നിൻ മക്കളായി ഞങ്ങൾ. ദിവ്യകാരുണ്യമേ പെയ്തിറങ്ങണമേ, അനുഗ്രഹ പൊന്മഴയായി ഈ ജീവിത വീഥിയിൽ, ഈ ജീവിത വീഥിയിൽ. ബുദ്ധിപികാരുടെ നാഥനായ ഈശോയെ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ പരിപൂർണമായി നീ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ചിന്തകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളെല്ലാം നീ മനസ്സിലാക്കുന്നുവെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ചിന്തകളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പല വിധത്തിൽ നമ്മൾ ചിന്തിച്ച് ഇല്ലാത്തതിനെ ഉണ്ട് എന്നും ഉണ്ടതിനെ ഇല്ല എന്നും ചിന്തിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ വേറൊരു ലോകത്തെ സൃഷ്ടിക്കുകയാണ്. തമ്പുരാൻ്റെ മുമ്പിൽ ദൈവത്തോടുള്ള വിശ്വാസവും ശുഭാപ്തി വിശ്വാസവും കൂടിച്ചേർത്തുകൊണ്ട് ഏത് ഇരുളിലും നമുക്ക് വെളിച്ചം കാണാൻ സാധിക്കുന്ന ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമുക്ക് പരിപൂർണമായി പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം: അവസാനമായ സഹോദരന്മാരെ, സത്യമായും മാന്യമായും നീതിയുക്തമായും നിർമ്മലമായതും പ്രീതികരമായതും സൽകീർത്തിയുള്ളതും പുണ്യമായിട്ടുള്ളതും പുകഴ്ചയർഹിക്കുന്നതുമായതും എന്തോ അതിനെക്കുറിച്ച് ചിന്തിക്കുവിൻ. ഏറ്റവും മനോഹരമായൊരു വചനമാണ്. സത്യമായതും മാന്യമായതും നീതിയുക്തമായതും നിർമ്മലമായതും പ്രീതികരമായതും സൽകീർത്തിയുള്ളതും പുണ്യമായിട്ടുള്ളതും പുകഴ്ചയർഹിക്കുന്നതുമായ എന്തോ അതിനെക്കുറിച്ച് ചിന്തിക്കുവിൻ. പൊതുവെയുള്ളൊരു ശൈലി സംസാരം ഇതാണല്ലോ: നാം എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതായി നാം മാറും. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സമാധാനപൂർണ്ണമാകും. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് സമൃദ്ധമായി അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്ക് ഒരു ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് മഷി കലക്കിയാൽ അത് ഇരുണ്ടതായി മാറും. മറ്റേ ഗ്ലാസ്സിൻ്റെ ജലം എപ്പോഴും ശുദ്ധമായി കരുതും. അപ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുന്നതൊരു ശുദ്ധമായ ഗ്ലാസ്സിലെ വെള്ളം പോലെയാണ്. അതിലേക്ക് നമ്മൾ എന്താണോ കലർത്തുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഭയവും നിഷാധ്യാത്മകമായ ചിന്തകളും അസ്വസ്ഥകളും ഇരുട്ടുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അതിൽ ശുദ്ധമായ ഒരു ഗ്ലാസ്സിലെ വെള്ളം പോലെ ആയിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനവും നല്ല ചിന്തകളും കൊണ്ട് നമ്മുടെ തലച്ചോറിനെയും മനസ്സിനെയും ആത്മാവിനെയും ഒക്കെ നിറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നാം എപ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഉള്ളിലെ ഇരുളുടെ ചിന്ത മുഴുവൻ പുറത്തു പോകും. മനസ്സ് തെളിമയുള്ളതായി മാറും. പ്രിയ സഹോദരങ്ങളെ, ദീപികാരുടെ ആരാധനയിലായിരിക്കുമ്പോൾ നമുക്ക് പരിപൂർണമായി നമ്മൾ ഉറപ്പോടെ മനസ്സിലാക്കി ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ പ്രതിജ്ഞാപൂർവം നമ്മൾ മനസ്സിലാക്കി തീരുമാനമെടുക്കേണ്ട ഒരു കാര്യം ഇതാണ്: എൻ്റെ ചിന്ത എപ്പോഴും നല്ലതായിരിക്കും. നല്ലത് മാത്രം ചിന്തിക്കാനും നല്ലത് മാത്രം പറയാനും നല്ലത് മാത്രം ആഗ്രഹിക്കാനും നമുക്ക് സാധിക്കട്ടെ. കണ്ടുമുട്ടുന്നവരെക്കുറിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മറ്റൊരു വിധത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നതെങ്കിൽ പോലും അതിന് ഏറ്റവും അധ്യായമാവശ്യമായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ, ഉണരുമ്പോൾ തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന നല്ല 3 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നടക്കേണ്ട 3 നല്ല കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ആരെങ്കിലും നമ്മളെ വിഷമിപ്പിച്ചാൽ അവർ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം ഓർത്തുകൊണ്ട് അവരെ അനുഗ്രഹിക്കാനായിട്ട് പരിശ്രമിക്കുക. ആരൊക്കെയാണ് നമ്മൾ വേദനിപ്പിക്കുന്നവരെയൊക്കെ അവർ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ വേദനിക്കുന്നത്. അവർക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ ആ വേദനിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ട് നിന്നുകൊള്ളും. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ നമ്മെ വിഷമിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ മോശം പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തതെന്ന് നല്ല കാര്യത്തെ ഓർത്തുകൊണ്ട് അവരെ അനുഗ്രഹിക്കുക. അതുപോലെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇന്ന് ലഭിച്ച 3 കുഞ്ഞു സന്തോഷങ്ങൾ, ചെറിയ സന്തോഷങ്ങളായിക്കോട്ടെ, ഏറ്റവും നല്ലൊരു ഭക്ഷണം കിട്ടുമായിരിക്കും,
അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചൊരു സുഹൃത്തുമായി ഫോം വിളിച്ചതായിരിക്കും, അല്ലെങ്കിൽ നല്ല സുരക്ഷിതമായൊരു യാത്രയിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചതായിരിക്കും. എന്തെങ്കിലും ആയാലും ചെറിയ ചെറിയ കാര്യങ്ങൾ മതി, ഒരു 3 നല്ല കാര്യങ്ങൾ അതിന് ദൈവത്തോട് നന്ദി പറഞ്ഞ് നമ്മളെ കുഞ്ഞിപ്പോൾ ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ ഡയറി നമുക്കൊന്ന് കുറിച്ച് വയ്ക്കാം. തമ്പുരാൻ്റെ വലിയ കൃപകളെ ഓർത്ത് നമുക്ക് നന്ദിയോടുകൂടി എപ്പോഴും തമ്പുരാൻ്റെ മുമ്പിലായിരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നല്ലതല്ലാത്ത ചിന്തകൾക്ക് അപ്പോഴവിടെ സ്ഥാനമുണ്ടാവില്ല. സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം തന്ന നന്മയോർത്ത് നമുക്ക് നന്ദി പറയാം. ഭാരമെല്ലാം ദൈവത്തിൻ്റെ കാലത്ത് നമുക്ക് സമർപ്പിക്കാം. നല്ല ചിന്ത നമ്മുടെ ഉള്ളിൽ വന്ന് നിറയട്ടെ. പുതിയൊരു പുലരിയോടെ ഉണർന്ന് മുന്നോട്ട് നമുക്ക് പോകാം. തമ്പുരാൻ്റെ വലിയ കൃപയുണ്ടാവട്ടെ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾക്ക് മറ്റുള്ളവർ നൽകിയിരിക്കുന്ന നിയോഗങ്ങളും ഞങ്ങളെ സഹായിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നവരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സഹായിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നവരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ദൈവം തന്ന നന്മയോർത്തു പാടിടാം ഞാൻ, ഭാരമെല്ലാം നാഥൻ കാൽക്കൽ വച്ചിടാം ഞാൻ. നല്ല ചിന്ത ഉള്ളിൽ വന്നു നിറഞ്ഞിടട്ടെ, പുതിയൊരു പുലരിയായി ഉണർന്നിടാം ഞാൻ. ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി ദിനത്തിനായി, ഈശോയെ നന്ദി കരുതലിനായി. ഈശോയെ സ്തുതി, ഈശോയെ ആരാധന,